നമസ്കാരം. നമ്മൾ ഭരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഭരിക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? അവർ തിരിച്ചറിയുന്നുണ്ടോ നമ്മുടെ വികസന സങ്കല്പങ്ങളെക്കുറിച്ച്? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ഭരണാധികാരികളെങ്കിലും ചില രാജ്യങ്ങളിലെങ്കിലും ഉണ്ടാകും. അത്തരത്തിൽ ഇന്ത്യയിലും ഉണ്ടാകും കേട്ടോ. ഇതുവരെ ഇത് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ കൈക്കലാക്കിയിട്ടുള്ളത്, നടപ്പിലാക്കിയിട്ടുള്ളത്, ഈ നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസ്സിന് മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇവിടെ ഒരു പഴങ്കഥയാകാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് മോദിയും BJPയും രംഗത്തെത്തിയിരിക്കുന്നത്. അവർ സ്വീകരിക്കുന്ന മാർഗം എന്ന് പറയപ്പെടുന്ന രാജാക്കന്മാരുടെ അതേ തന്ത്രം. പണ്ടുകാലത്ത് തങ്ങളുടെ ഭരണത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ട് രാജാക്കന്മാർ പലപ്പോഴും ചാരന്മാരെ നിയോഗിച്ചിരുന്നു. അതായത് വേഷത്തിലും ഭാവത്തിലും പ്രവൃത്തിയിലും സാധാരണക്കാരായ ഒരാളായി നാട്ടുകാർക്കൊപ്പം കൂടുന്ന അവർ നൽകുന്ന വിവരങ്ങളെല്ലാം അണുവിട തെറ്റിയിരുന്നുമില്ല. അതിനനുസരിച്ചിട്ട് പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തിയിരുന്ന ഒരു സാഹചര്യം അന്ന് രാജാക്കന്മാർക്ക് എന്നും ജനമനസ്സുകളിൽ സ്ഥാനമുണ്ടാക്കി കൊടുത്തിരുന്നു. അങ്ങനെ അല്ലാത്തവരുടെ ഭരണത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇക്കാര്യമൊക്കെ നന്നായി അറിയാവുന്നവരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള BJPയും. ജനമനസ്സുകളിലെ അഭിപ്രായം വളരെ വ്യക്തമായി അറിഞ്ഞ് ചെറിയ കാര്യങ്ങൾ പോലും അത് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് മാറ്റം വരുത്തുന്നതിൽ മോദിയും കൂട്ടരും കാണിക്കുന്ന ശ്രദ്ധ തന്നെയാണ് അവരുടെ വച്ചടിയുള്ള കയറ്റത്തിന് കാരണമെന്ന് പറയേണ്ടി വരും. കൊലകൊമ്പന്മാരുൾപ്പെടെയുള്ള നിലവിലെ 21% വരുന്ന MP-മാർക്ക് സീറ്റ് നൽകാൻ BJP തയ്യാറാകാതിരുന്നതും അധികാരം തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ബാക്കിയുള്ളപ്പോൾ പോലും മുഖ്യമന്ത്രിമാരെ മാറ്റിപ്പരീക്ഷിക്കുവാൻ അവർക്ക് ധൈര്യം നൽകുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള രാജകീയ ചിന്തകളാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ചിന്തകൾ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ നമോ ആപ്പ് അടക്കമുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമോ ആപ്പാണ് ജനഹിതം അറിയാൻ വേണ്ടിയിട്ട് BJPയെ സഹായിക്കുന്ന ഒരു ഘടകം. 2 കോടിയോളം വരുന്ന ആക്റ്റീവ് യൂസേഴ്സ് ഉള്ള ഈ ആപ്പ് വഴിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നതിനും ഒപ്പം തന്നെ ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, ആ ഫീഡ്ബാക്ക് ശേഖരിക്കുവാനും പാർട്ടിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞുപോയ ഡിസംബർ മാസം 19-നാണ് നമോ ആപ്പിലൂടെ ജൻമൻ സർവേ അന്ന് നടത്തിയിരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയും ഒപ്പം തന്നെ MP-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും പ്രകടനത്തെക്കുറിച്ചുള്ള നിരവധി ലഘു ചോദ്യങ്ങളാണ് അന്ന് നടത്തിയ സർവേയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതിലൂടെ പാർട്ടിക്കും ഒപ്പം തന്നെ സർക്കാരിനും ലഭിച്ചത് എന്ന് പറയപ്പെടുന്നത് വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതനുസരിച്ചാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്, ഇപ്പോൾ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിച്ചത് എന്നുള്ളതാണ്. നേരത്തെ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗോവ, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പുകളിലും സമാനമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലൊരു സർവേ നടത്തിയിരുന്നു നമോ ആപ്പ് വഴി. ഇതിലൂടെ എവിടെയൊക്കെ തങ്ങൾ അധികാരത്തിൽ എത്തുമെന്ന് പാർട്ടിക്ക് വളരെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫലം വന്നപ്പോൾ അത് അണുവിട തെറ്റിയതുമില്ല. ഇനി ഫീഡ്ബാക്ക് മാത്രമല്ല, പാർട്ടിയിലേക്ക് യുവ വോട്ടർമാരെ എത്തിക്കുന്നതിനും അവർക്ക് അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ ഈ നമോ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാര്യങ്ങൾ ചെറുതായിട്ടുള്ള ലക്ഷ്യത്തിനല്ല വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഭരണ തുടർച്ചയ്ക്കൊപ്പം 400 സീറ്റുകൾ നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ആ BJPയുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നേറുന്നതും ആ 400 സീറ്റുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സീറ്റുകൾ കൂടി കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. കേരളത്തിലെ സീറ്റുകൾ കൂടി അതിൽ ഉൾപ്പെടും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഈ സീറ്റുകളിൽ വിജയിക്കാനാവും വിധം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ഇപ്പോൾ സംഘടന. ആ സംഘടനാ ചുമതലയുള്ളവർക്ക് വളരെ കർശനമായ നിർദ്ദേശങ്ങൾ പാർട്ടി നൽകിയിരിക്കുകയും ചെയ്യുന്നു. മറ്റു പാർട്ടി നേതാക്കളെ സ്വന്തം പാളയത്തിൽ എത്തിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നു വരുന്നു. ലോക്സഭയിൽ കോൺഗ്രസ് മാത്രമാണ് ഇതുവരെ 400 സീറ്റ് നേടി അധികാരത്തിലുണ്ടായിരുന്നത്. 1984-ൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ 404 സീറ്റുകൾ നേടിയിരുന്നു കോൺഗ്രസിൻ്റെ അന്നത്തെ മുന്നേറ്റം. BJP അധികാരത്തിൽ എത്തുന്നതുവരെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ ഒരേ ഒരു പാർട്ടി എന്നുള്ള നിലപാടും റെക്കോർഡും അത് കോൺഗ്രസിന് മാത്രമായിരുന്നു. അത് തിരുത്തിക്കുറിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്. സുതാര്യമായിട്ടുള്ള ഇടപെടലിലൂടെ, ഏകോപനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം. സുതാര്യത, ആശയവിനിമയം, ഇടപെടൽ, ഏകോപനം എന്നിവയാണ് പാർട്ടി പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകങ്ങളെന്ന് BJP തന്നെ വ്യക്തമാക്കുന്നുണ്ട്.
വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇത് നമോ ആപ്പിലൂടെ വളരെ പ്രായോഗികമാണ്. ഇവിടെ വോട്ടർമാർക്ക് അവരവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പാർട്ടി ഇതിനെ വളരെ വലിയ ഗൗരവമായി കാണുകയും ചെയ്യുന്നു. BJP ഒരു പുരോഗമന പാർട്ടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മികച്ച ഭരണത്തിനായിട്ട് ഇങ്ങനെ സാങ്കേതിക വിദ്യ അടക്കം ഉപയോഗിക്കുന്നത്, അതിന് മുൻഗണന നൽകുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ പാർട്ടി ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ മറ്റു പാർട്ടികൾ കണ്ടുപഠിക്കേണ്ടതാണ് എന്ന് പറയേണ്ടി വരും. വോട്ട് നേടാൻ സോഷ്യൽ മീഡിയയും ആധുനിക സാങ്കേതിക വിദ്യയുമൊക്കെ കൂടിയേ തീരുവെന്ന് നന്നായി മനസ്സിലാക്കിയ ഒരു പാർട്ടിയാണ് BJP എന്നുള്ളത്. പ്രത്യേകിച്ചും യുവ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കാം, അല്ലെങ്കിൽ യുവ വോട്ടർമാരെയാണ് BJP ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ പിന്നിലാണ് എന്ന് പറയേണ്ടി വരും. പലപ്പോഴും ആവശ്യത്തിന് പോലും അവർക്ക് ഫണ്ടില്ല എന്നത് ഇതിന് കാരണമായി വർത്തിക്കുകയും ചെയ്യുന്നു. അവർക്ക് എത്താൻ പറ്റാത്ത മേഖലയായി ഈ പുതിയ മേഖല എത്തപ്പെടുന്നു. എന്നാൽ കേരളത്തിൽ മാത്രമാണ് ഭരണമുള്ളതെങ്കിലും സോഷ്യൽ മീഡിയയും ആധുനിക സാങ്കേതിക വിദ്യയുമൊക്കെ ഇവിടെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന ഒരു പാർട്ടി എന്നതിൽ CPM ഏറെ മുന്നിലാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയപ്പെടുന്നത് എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. BJPയുടെ മുഖമെന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. നരേന്ദ്രമോദി ഇല്ലെങ്കിൽ മറ്റൊരാൾ ഇല്ല എന്നുള്ളതാണ്. അതിന് പകരം വയ്ക്കാൻ പറ്റിയ ഒന്നും ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. മോദിക്ക് ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മറ്റൊരു ശക്തമായ പ്രചരണ ഉപാധിയാണ് എന്ന് പറയേണ്ടി വരും. ഇത് മികച്ച വിജയത്തിലേക്ക് BJPയെ നയിക്കുമെന്നാണ് രാഷ്ട്രീയപരമായിട്ടുള്ള നിരീക്ഷകരടക്കം ഇതിനെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തുവാൻ കഴിയുന്ന മറ്റു പാർട്ടികൾക്കൊന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അതാണ് സത്യം. കാരണം ചരിത്രപരമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി BJPയും BJPയെ നയിക്കാൻ വേണ്ടിയിട്ട് സന്യാസിവര്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉള്ളതുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ തകർക്കാൻ ഇനി പാടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അവിടേക്ക് ഓടിയെത്തുവാൻ മറ്റു പാർട്ടികൾക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുതയും. കാരണം ജനഹിതം മനസ്സിലാക്കാൻ പഴയകാലത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന തന്ത്രം തന്നെയാണ് ഇന്ന് നമോ ആപ്പിലൂടെ BJPയും മുന്നോട്ട് വെക്കുന്നത്. ജനഹിതം അറിയുക, വെറുക്കപ്പെടുന്നവരെ മാറ്റുക, അധികാരം ഏതൊക്കെ തലങ്ങളിലേക്ക് എത്തിക്കണമോ അവിടങ്ങളിലേക്ക് എത്തിക്കുക, സാധാരണ ജനങ്ങളുടെ ഹിതമറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക. അങ്ങനെ അവരുടെ ഒരേ ഒരു ലക്ഷ്യമായ കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് നടന്നെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും.